ചേച്ചിക്ക് PSC നിയമനം ലഭിക്കുകയും ആ ഒഴിവിലേക്ക് അമ്മയുടെ ഏറ്റവും ഒരു വലിയ സ്വപ്നമായി ഏതെങ്കിലും ഒരാളെങ്കിലും അമ്മയുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ ചേച്ചി PSC കിട്ടി പോയ ഒഴിവിലേക്ക് മുൻധാരണ പ്രകാരം എന്നെ ഇവിടെ ചേർക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് രാഘവേട്ടന്റെ ഇടപെടലും വല്യമാമന്റെ ഇടപെടലും ഒക്കെ ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നു. അതുപോലെ എന്റെ ഏട്ടൻ ആ സമയത്ത് എപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ടായിരുന്നതാണ്. അവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഏട്ടൻ ഇന്ന് ഒരു പക്ഷേ എത്തുമെന്ന് പറഞ്ഞതാണ്, പക്ഷെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു വിവരം കൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ PSC കിട്ടി പോയ ഒഴിവിലാണ് ഞാനിവിടെ ചേരുന്നത്. 1993 ആ സമയത്ത് സ്കൂളിലേക്ക് ഇവിടെ വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ പലതരം വികാരങ്ങളായിരുന്നു. കാരണം ഞാൻ പഠിച്ച വിദ്യാലയം എന്നതിന്റെ സന്തോഷം ഒരു ഭാഗത്ത്, എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ഇടയിലേക്ക് ഒരു അധ്യാപികയായി വരിക എന്നത് വേറൊരു ഭാഗത്ത്, സ്വന്തം അച്ചപ്പന്റെ സ്കൂൾ അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ മാനേജ്മെന്റിന്റെ സ്കൂൾ എന്ന അഭിമാനം വേറൊരു ഭാഗത്ത്. ആ ഒരു സമ്മിശ്ര വികാരത്തോടു കൂടിയാണ് ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് അധ്യാപികയായി കടന്നു വന്നത്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഘവ മാഷായിരുന്നു ആ സമയത്ത് ഹെഡ് മാസ്റ്റർ. രാഘവ മാഷ് നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കുട്ടികൾ ഇവിടെ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ രാഘവ മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഘവ മാഷ് ഒരു വഴിയെടുത്ത് വരാന്തയിലേക്ക് പോകുന്ന ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ ആ ഒരു പേടിയോടുകൂടിയാണ് രാഘവ മാഷയുടെ കീഴിൽ ഇവിടെ ജോലി ചെയ്യാൻ എത്തിയത്. പക്ഷേ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അന്ന്. രാഘവ മാഷ് എല്ലാ രീതിയിലും വേണ്ട രീതിയിൽ സ്നേഹവും കരുതലും എല്ലാം തന്ന്, വേണ്ട ഉപദേശങ്ങൾ തന്ന്, വേണ്ട രീതിയിൽ ക്ലാസ്സിനെ കുറിച്ചായാലും എല്ലാം നമ്മളെ അടുത്ത് വിളിച്ച് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഉപദേശങ്ങളാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് എനിക്ക് വേണ്ടത്, അതെല്ലാം രാഘവ മാഷ് എനിക്ക് വേണ്ട രീതിയിൽ തന്നിട്ടുണ്ട്. രാഘവ മാഷയുടെ HMI റിട്ടയറിന് ശേഷം നമ്മുടെ അടുത്ത HMI വന്നത് ഹരീന്ദ്ര മാഷ്, എന്റെ വല്യമ്മാമനെ കുറിച്ച് എനിക്ക് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ വല്യമ്മാമനെ എന്നും കാണാറുള്ളത്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ മരിക്കുന്നത്. അത്ര ചെറിയ പ്രായത്തിൽ ആ ഒരു സമയം മുതൽ നമ്മുടെ നമ്മളോട് ഒരു അച്ഛന്റെ സ്ഥാനം തന്നെ, സ്നേഹം തന്നെയാണ് വല്യമ്മാമൻ നമുക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, എന്റെ വെച്ചിയും ഏട്ടനെല്ലാം നമ്മളോട് അച്ഛനില്ലാത്ത കുട്ടികൾ എന്നൊരു പരിഗണന നമുക്ക് ആ സമയം മുതലേ കുടുംബാംഗങ്ങൾ തന്നിരുന്നു. വല്യമ്മാമൻ ഉൾപ്പെടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന മധുവമ്മാമൻ, വേലായുധമ്മാമൻ, ശശിയമ്മാമൻ, അതുപോലെ അമ്മായിമാൻ എല്ലാവരും ആ ഒരു സ്നേഹം നമ്മളോട് അന്നും ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വല്യമ്മാമന്റെ HMI അവരുടെ കീഴിലും കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം തന്നെ എന്ന് പറയാം. അത് ഒരു HM എങ്ങനെയായിരിക്കണം എന്നുള്ളത് അമ്മായിയിലൂടെ പലർക്കും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കും പല അനുഭവങ്ങളും അതിലൂടെ കിട്ടിയിട്ടുണ്ട്. തുടർന്ന് പങ്കജവല്ലി ടീച്ചർക്ക് ശേഷം വന്ന ഗീതമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരേ പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഗീതമ്മയോട് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സ്വാതന്ത്ര്യവും സ്നേഹവും ഗീതമ്മയുടെ മറ്റ് പഠിപ്പിച്ച അധ്യാപകർ അല്ലാത്ത ഒരു 2-3 ആൾക്കാർ മാത്രമേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. ഗീത ടീച്ചർ, മുരളി മാഷ്, ഇന്ദിര ടീച്ചർ, അങ്ങനെ കുറച്ച് ആളുകളാണ് ഞാൻ വരുമ്പോഴുകൂടി ഉണ്ടായത് എന്റെ അധ്യാപകരെ അല്ലാത്തവരായിട്ട്. ബാക്കി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകർ പേര് വിട്ടുപോകുമെന്ന് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പങ്കജവല്ലി ടീച്ചർ, പങ്കജാക്ഷി ടീച്ചർ, വെൽക്കണ ടീച്ചർ, ദേശ് ടീച്ചർ, വാസുകുട്ടൻ മാഷ്, മത്തായി മാഷ്, ഗോപി മാഷ്, ഹിന്ദി മാഷിനെ അറിയില്ല, പേര് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് ഹിന്ദി മാഷ പേര് അങ്ങനെ ഓർമ്മ കിട്ടുന്നത്. ഹിന്ദി മാഷ് ഇവയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഗീതമായി നമ്മളെ പഠിപ്പിക്കാത്തതാണ്. കുടുംബപരമായും എല്ലാം അമ്മായിയുടെ സ്ഥാനം, നമ്മുടെ ഏറ്റവും ഇളയ അമ്മായി, അങ്ങനെയുള്ള ഒരു സ്നേഹം ആദ്യം മുതലേ ഗീതമ്മായിയോട് ഉണ്ടായിരുന്നു. അപ്പൊ തുടർന്ന് ഇങ്ങോട്ട് ഗീതമ്മായിയുടെ പേരിലാണ് നമ്മൾ ഞാൻ അധ്യാപികയായി ജോലി ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിന്റെ പേരും പ്രശസ്തിയും പയ്യന്നൂർ സബ് ജില്ലയിൽ തന്നെ മുൻനിരയിൽ എത്തിക്കാൻ അമ്മായിയുടെ നിർദ്ദേശപ്രകാരം മറ്റു സഹ അധ്യാപകരും എല്ലാവരും ചേർന്ന് അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ HM കോൺഫറൻസ് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഒരു വേവിലാതിയാണ്, എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്, അങ്ങനെ ഒരു ആശങ്കയായിരുന്നു. അപ്പൊ അമ്മായിയുടെ സമയോചിതമായ
ഇടപെടലും എല്ലാം കൊണ്ട് നമ്മുടെ സ്കൂളിനെ ഏറ്റവും മികച്ച വിദ്യാലയമാക്കി തീർക്കാൻ തന്നെ ഗീത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീമിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. പിന്നെ ക്ലാസിനെ കുറിച്ച് ചേർന്ന അന്ന് മുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു. ഇംഗ്ലീഷിൽ വലിയ ബിരുദം നേടി അങ്ങനെയുള്ള ഒരു ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷെ ഇംഗ്ലീഷിനോട് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. കാരണം കുഞ്ഞികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞികൃഷ്ണൻ മാഷുടെ ഹരീന്ദ്ര മാഷും വല്യമാമനും നമ്മളെ വിടുന്നത് പങ്കജമാരും 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുത്തു തന്നെ പങ്കജം ചില വാക്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ ഹൈസ്കൂളിൽ എത്തിയതിനു ശേഷം പേടനാരായണ മാഷ്, ബാലകൃഷ്ണ മാഷ്, ഇവരുടെ എല്ലാം കീഴിൽ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാൽ ഇംഗ്ലീഷ് എന്തോ ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ അത് സ്കൂളിൽ ആ സമയത്ത് ചേരുമ്പോൾ ഇംഗ്ലീഷിൽ വേക്കൻസി ഒഴിവില്ലതുകൊണ്ട് അങ്ങനെ എടുത്തു. ഇംഗ്ലീഷോട് കഴിയുന്ന നീതി പുലർത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ കുട്ടികളോട് ക്ലാസ്സിലുള്ള ചില അനുഭവങ്ങൾ, ക്ലാസ്സിൽ കുറച്ച് സ്ട്രിക്റ്റ് ആവേണ്ടി വരാറുണ്ട്. കാരണം ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞു കൂടുതൽ പരാതികൾക്ക് ഇടപെടാൻ സാധ്യതയുള്ള വിഷയമാണ്. മറ്റുള്ള വിഷയങ്ങൾ പോലെ പഠിച്ച് ബൈഹാർട്ട് പഠിച്ച് എഴുതാൻ പറ്റുന്നതല്ല. എങ്കിലും കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനും അവർക്ക് മനസ്സിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്താനും ഏകദേശം 33ാമത്തെ കൊല്ലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. 32 കൊല്ലവും 5 മാസവും ആവും. മെയ് 31-നാണ് ഞാൻ റിട്ടയർ ചെയ്യേണ്ടത്. അപ്പോ ഇത്രയോളം ഓരോ കൊല്ലവും ഇത്രയും കുട്ടികളെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചിറക്കുന്നുണ്ട്. അവര് പഠിച്ചു ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയും ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിലെത്തിയാലും എത്താനുള്ള ഒരു പ്രാപ്തി അവർക്ക് അതിന്റെ ബേസ് നമ്മുടെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ അന്വേഷിച്ചാലും പാലക്കാട് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ പൊതുവെ മോശമല്ല എന്ന ഒരു അഭിപ്രായമാണ് നമ്മൾക്കും കിട്ടുന്നത്. അതും ഏറെ ചാരിതാർത്ഥ്യമാണ്.